പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 നവംബർ മാസം 19 തീയതി വ്യാഴാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കൈകളൊക്കെ ഉയർത്തി, ശബ്ദമൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞ്, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ. അങ്ങ് കരുണയുള്ളവനും ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമാകിയാൽ ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങ് വലിയവനും അങ്ങ് വിശ്വസ്തനും അങ്ങ് വാക്കുമാറാത്തവനുമായ ദൈവമാകിയാൽ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, 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 സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ അങ്ങ് ഞങ്ങളെ കാത്തുപരിപാലിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. രാത്രിയിൽ ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഞങ്ങളെ ഉണർത്തി ആ വൻ കൃപകൾക്കായി സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലവും അത്ഭുതകരമായി അങ്ങ് ഞങ്ങളെ നടത്തുന്ന വൻ കൃപകൾക്കായിട്ട് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങളങ്ങേക്ക് ആരാധന അർപ്പിക്കുന്നു. ആമേൻ. സങ്കീർത്തനങ്ങൾ 43 അതിൻ്റെ അവസാനത്തെ 2 ഭാഗങ്ങൾ ഇങ്ങനെ പറയുന്നു: ഞാൻ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കും. സ്തോത്രം. ഇവിടെ പറയാം, എൻ്റെ ദൈവത്തിൻ്റെ പീഠത്തിങ്കിലേക്ക്, എൻ്റെ പരമാനന്ദമായ, ഹല്ലേലൂയ, എൻ്റെ സന്തോഷമായ, എൻ്റെ ആശ്വാസമായ, എൻ്റെ ആനന്ദമായ ദൈവത്തിങ്കിലേക്ക് ചെല്ലും. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് ഞാൻ അങ്ങേ സ്തുതിക്കും. അടുത്തത് പറയുന്നു: എൻ്റെ ആത്മാവേ, നീ വിഷാദിച്ചുള്ളിൽ ഞെരുങ്ങുന്നത് എന്തിനാ? ദൈവത്തിൽ പ്രത്യാശ വെക്കുക, അവൻ തന്നെ നമ്മുടെ മുഖപ്രകാശ രക്ഷയും എൻ്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് നെഞ്ചത്തോട്ട് കൈവച്ചിട്ട് പറഞ്ഞു: ഹലോ, എന്തിനാ ഭാരപ്പെട്ടിരിക്കുന്നത്? എന്തിനാ നിരാശപ്പെട്ടിരിക്കുന്നത്? എന്തിനാ ക്ഷീണിച്ചിരിക്കുന്നത്? അവൻ നമ്മുടെ കർത്താവ്, ദൈവത്തിൽ പ്രത്യാശ വെക്ക്. ഹല്ലേലൂയ. അവൻ നമ്മുടെ മുഖപ്രകാശ രക്ഷയും നമ്മുടെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. അപ്പോൾ അങ്ങനെ നിരാശപ്പെട്ടിരിക്കാനല്ല പറയുന്നത്, കർത്താവ് ഉണ്ടെന്നുള്ള ബോധമുള്ളവരായി തീരുവാനാണ് ഇന്ന് പ്രഭാതി പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. എല്ലാ കണ്ണുകളും അടച്ച്, ഹല്ലേലൂയ, അധരങ്ങളെ തുറന്ന് വേണം പ്രാർത്ഥിക്കാൻ. ആരും മൗനമായിരിക്കില്ല പ്രാർത്ഥിക്കുമ്പോൾ, കേട്ടോ. എല്ലാവരും ഒരുമിച്ചാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. രാത്രി ഞങ്ങളെ കാത്തു പരിപാലിച്ചതിന് സ്തോത്രം. നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ രാവിലെ ഉണർത്തിയിരിക്കുന്ന കർത്താവിൻ്റെ വിശ്വസ്തതയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളുടെ സങ്കേതമാകിയാൽ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ കോട്ടയാകിയാൽ സ്തോത്രം. കഷ്ടങ്ങളിൽ അങ്ങ് ഏറ്റവും അടുത്ത തുണയാകിയാൽ സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കി, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുണ്ടെന്ന് പറയുവാൻ ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അപ്പോൾ ഇന്ന് പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ ഭാവിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിൻ്റെ മേൽ കർത്താവെ അങ്ങ് അത്ഭുതം ചെയ്യുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലെന്നും അങ്ങയുടെ കരത്തിന് കഴിയാത്ത കാര്യമില്ലെന്നും ഇന്ന് പകൽക്കാലം തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് വെളിപ്പെടുത്തി കാണിക്കുന്നതിനായി സ്തോത്രം. ആമേൻ. ഇവരുടെ ദൈവം ജീവിക്കുന്നു, ഇവരുടെ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവർ, ജാതികൾ, ആമേൻ, കൂട്ടുകാർ, ബന്ധുക്കാരൊക്കെ പറയത്തക്ക വിധത്തിൽ കർത്താവ് ഇവർക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തത്, ഒരു ഹൃദയത്തിൽ നിരൂപിക്കാത്ത ചില അത്ഭുതങ്ങൾ ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് ഒന്നും അസാധ്യമല്ലെന്ന് ഞങ്ങൾക്കറിയാം പിതാവേ. അങ്ങ് അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിന് സ്തോത്രം പിതാവേ. അങ്ങയുടെ കരം നീട്ടിയിരിക്കുന്നതിന് സ്തോത്രം പിതാവേ. അപ്പ ആമേൻ, രോഗത്താൽ കഴിയുന്നവർ ഇന്ന് പൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗത്തിൻ്റെ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗബന്ധനം മാറട്ടെ. ആമേൻ. രോഗശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ശരീരങ്ങളിൽ നിന്ന് വിട്ടുമാറട്ടെ. പൂർണ്ണ ആരോഗ്യം, പൂർണ്ണ സൗഖ്യം, പൂർണ്ണ സ്വസ്ഥത കർത്താവെ അങ്ങ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ,
ബെഡ്രിഡനായി കിടക്കുന്നവർ യേശുവിൻ്റെ നാമത്തിൽ ആ ബെഡിൽ നിന്ന് എഴുന്നേൽക്കട്ടെ. ആരോഗ്യം മടങ്ങി വരട്ടെ, സ്വസ്ഥത മടങ്ങി വരട്ടെ. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. അതുപോലെ കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവെ. അതുപോലെ മറ്റേത് തരത്തിലുള്ള രോഗത്താൽ കഴിയുന്നവരാണെങ്കിലും കർത്താവ് സൗഖ്യമാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പൂർണ്ണ സൗഖ്യം കൊടുക്കണം. പ്രത്യേകിച്ച് കൊറോണയാൽ ഭാരപ്പെടുന്നവർ സൗഖ്യത്തോടെ പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം കർത്താവെ. വെരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്നവർ പൂർണ്ണമായി അതിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിൻ്റെ വണ്ണയ്ക്ക് വേദനയാൽ നടക്കുവാൻ കഴിയാതെ വണ്ണയ്ക്കകത്ത് വേദന വന്ന് ബുദ്ധിമുട്ടുന്നവർ ഇന്ന് പൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം പ്രാപിപ്പാൻ കർത്താവെ അങ്ങ് ഇടവരുത്തുന്ന കൃപകൾക്കായി സ്തോത്രം. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു പാപ്പാ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് കർത്താവെ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരുണ്ട്, ജോലിയില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങ് അത്ഭുതം ചെയ്യണമേ കർത്താവെ. നിൻ്റെ കൃപ നിൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കണമേ, അവരുടെ ആവശ്യങ്ങളിൽ കൂട്ടായിട്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേട്ട കൃപകൾക്ക് നന്ദി. സകല മഹത്വം പുകഴ്ചയ്ക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരട്ടെ. പ്രത്യേകിച്ച് പ്രിയപ്പെട്ടവരെ, നാളെ നമുക്ക് സഭായോഗമുള്ള ദിവസമാണ്. കർത്താവ് അനുവദിച്ചാൽ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ 9:15 നമ്മുടെ സഭായോഗം ആരംഭിക്കുന്നത്. അതുകൊണ്ട് പങ്കെടുക്കുവാൻ സാധിക്കുന്നവർ, സാഹചര്യമുള്ളവരൊക്കെ പങ്കെടുക്കണം. പക്ഷേ പ്രാർത്ഥനയോടുകൂടെ വേണം പങ്കെടുക്കുവാൻ. ഇന്ന് പകൽക്കാലം രാത്രിയിലും നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം, പ്രാർത്ഥിച്ചൊരുങ്ങണം. കർത്താവേ, നാളത്തെ സഭായോഗത്തിൽ അങ്ങ് എന്നോട് സംസാരിക്കണം, അങ്ങൻ്റെ ജീവിതത്തിൽ വൻ കാര്യങ്ങൾ ചെയ്യണം, അങ്ങയുടെ ശബ്ദം കേൾക്കുവാൻ കർത്താവ് സഹായിക്കണം, സഭായോഗത്തെ അനുഗ്രഹിക്കണം എന്ന് നിങ്ങൾ ഈ പകൽക്കാലവും ഈ രാത്രിയിലും പ്രാർത്ഥിച്ച് നാളെ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ ലൈഫ് ഏറ്റവും അത്ഭുതകരമായ വിടുതലുകൾ കാണുവാൻ കർത്താവ് ഇടവരുത്തും. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കർത്താവിൻ്റെ വചനം ധ്യാനിക്കാൻ പോവുക. ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഇന്ന് സദൃശ്യവാക്യത്തിൽ നിന്നാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. സദൃശ്യവാക്യം എന്ന് പറഞ്ഞാൽ അസാധാരണ ജ്ഞാനമാണ്. പ്രാക്ടിക്കൽ വിസ്ഡം എന്ന് പറയുന്നത്, അതായത് ഈ ഭൂമിയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ജ്ഞാനത്തിൽ ജീവിക്കണം. ജ്ഞാനമെന്ന് പറയുന്നത് മനുഷ്യൻ തരുന്ന ജ്ഞാനമല്ല, പുസ്തകം തരുന്ന ജ്ഞാനമല്ല, ദൈവം തരുന്ന ജ്ഞാനമാണ്. ആ ദൈവം തരുന്ന ജ്ഞാനമാണ് ശലോമോന് കൊടുത്തത്. അപ്പം നമുക്ക് ജ്ഞാനത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മളെല്ലാവരും പ്രാർത്ഥിക്കും, കർത്താവ് ജ്ഞാനം തരണമേ. കറക്റ്റ്, കർത്താവ് തരുന്ന ജ്ഞാനം. അപ്പം ഇത് പരിശുദ്ധാത്മാവിനാൽ എഴുതപ്പെട്ട വചനമാണ് ദൈവിക ജ്ഞാനം. അപ്പോൾ ആ വചനം നമ്മൾ നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതെന്തായി മാറും? അത് ദൈവത്തിൻ്റെ ജ്ഞാനമായി മാറും. ഇപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുതെന്ന് പറഞ്ഞത് കർത്താവിൻ്റെ വചനവും അത് ദൈവിക ജ്ഞാനമാണ്. ദൈവമക്കൾ എന്ത് ചെയ്യണം? ദൈവമക്കൾ അത് വിശ്വസിക്കുകയും അത് പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഇന്ന് സദൃശ്യവാക്യത്തിൽ നിന്ന് പറയുന്നു 11:25 വാക്യം, പ്രോവേർബ്സ് 11:11-25 കേട്ടാട്ടെ. ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അപ്പോൾ ഔദാര്യ മാനസൻ എന്ന് പറഞ്ഞാൽ ലിബറൽ സോൾ, അതായത് കൊടുക്കാൻ മനസ്സുള്ളവൻ, കൊടുക്കാൻ താല്പര്യമുള്ളവൻ, കൊടുക്കാൻ കൈ മലർത്തി കൊടുക്കുന്നവൻ അല്ലെങ്കിൽ എടുത്തു കൊടുക്കുന്നവൻ, അവൻ എന്ത് ചെയ്യും? അവൻ പുഷ്ടി പ്രാപിക്കും. എന്ന് വെച്ചാൽ അവൻ വീണ്ടും അഭിവൃദ്ധി പ്രാപിക്കും. കൊടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയാണ്. ഇപ്പം ഞാൻ പറയട്ടെ, ജ്ഞാനം കൊടുക്കുന്നതനുസരിച്ച് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും രാവിലെ നമ്മളിങ്ങനെ മോർണിംഗ് മെസ്സേജ് നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് എൻ്റെ ജീവിതത്തിലും എനിക്കും എൻ്റെ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് എനിക്കും വർദ്ധിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാവുന്നത് ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് എന്നിൽ വീണ്ടും വർധന ഉണ്ടാകുക. നമ്മളിത് കുറഞ്ഞു പോകത്തില്ല. മനുഷ്യരുടെ ഒരു തെറ്റിദ്ധാരണയായിരുന്നു ഈ കൊടുത്താൽ കുറഞ്ഞു പോകും എന്നുള്ളത് ലോകത്തിലെ ജ്ഞാനമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനമെന്ന് പറഞ്ഞാൽ ഔദാര്യ മാനസൻ പുഷ്ടി പ്രാപിക്കും. അർത്ഥം വേദപുസ്തകത്തിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള ഒരു സിസ്റ്റമാണ് വിതയും കൊയ്ത്തും. വിതയ്ക്കുന്നവൻ കൊയ്യുക തന്നെ ചെയ്യും. അപ്പോൾ വിതയും കൊയ്ത്തും എന്ന് പറഞ്ഞാൽ വേദപുസ്തകത്തിലെ ഒരു സിസ്റ്റമാണ്. അത് എന്തു വിതയ്ക്കുന്നോ അത് കൊയ്യുവാൻ കഴിയും. ഇവിടെ പറഞ്ഞു കേട്ടോ, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. അപ്പം ഉദാഹരണമാണ്. അപ്പോൾ ഒരാളുടെ ഹൃദയം തണുപ്പിച്ചാൽ, ഈ ദിവസങ്ങളിൽ നമ്മളൊരു ദിവസം മോർണിംഗ് മെസ്സേജ് ധ്യാനിച്ചു, ഒരാളുടെ മനസ്സിനെ തണുപ്പിച്ചാൽ, ഒരാൾക്ക് ആശ്വാസം പകർന്നാൽ നമുക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. അപ്പോൾ വിതയും കൊയ്ത്തും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സിസ്റ്റമായതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ശോഷിപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വിതയ്ക്കാത്തത് കൊണ്ടാണ് നമുക്ക് കുറവ് വരുന്നത്. ഹല്ലേലൂയ. വിതയ്ക്കുന്നവനാണ് എപ്പോഴും കൊയ്യാൻ പറ്റുന്നത്. സദൃശവാക്യം 11 ഇതിൻ്റെ തന്നെ മുകളിലത്തെ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് താഴോട്ട് വരാം. അവിടെ പറഞ്ഞു, ഒരുത്തൻ വാരി വിതറിയിട്ടും അവൻ വർദ്ധിച്ചു. അവൻ വാരിയിട്ട് വിതറുക.
പക്ഷെ അവൻ വർദ്ധിച്ചു വരിക. അതാണ് ഈ ബൈബിളിൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത്. വാരി വിതറുന്നവൻ എന്ത് ചെയ്യും? അവൻ വർദ്ധിച്ചു വരും. മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേ ഉള്ളൂ. അപ്പം ഇപ്പം മനസ്സിലായോ? ലോകത്തിലെ ജ്ഞാനം പറഞ്ഞ് ഒന്നും കൊടുക്കരുത്, മുറുക്കെ പിടിച്ചോണം, കൈ സൂക്ഷിച്ചു വെച്ചോണം എന്നുള്ളത് ലോകത്തിലെ ജ്ഞാനം. എന്നാൽ ദൈവത്തിൻ്റെ ജ്ഞാനം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവന് അത് വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരും. യേശു കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ഒക്കെ തൻ്റെ പ്രസംഗത്തിൽ ഇങ്ങനെ പറഞ്ഞു, കൊടുപ്പീൻ, ലൂക്കോസ് 6:38, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, കൊടുക്കുന്നവർക്കാണ് കിട്ടുന്നത്. അതിപ്പോൾ എന്തുമായിക്കോട്ടെ. നമ്മൾ പറയുമ്പോൾ ഉടനെ ചിന്തിക്കും പൈസ മാത്രം. പൈസയും കൊടുക്കണം, പൈസയും വിതരണം, പൈസയും വിതയ്ക്കണം, സമാധാനം വിതയ്ക്കണം, സന്തോഷം വിതയ്ക്കണം, നന്മ വിതയ്ക്കണം, സഹായം വിതയ്ക്കണം. ഇതെല്ലാം ഒരു വിതയാണ്. ഇതിനൊരു കൊയ്ത്ത് ദൈവം തക്ക സമയത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിന്ന് ചെയ്യാൻ കഴിയും. നമ്മളൊരാളോട് മനസ്സലിഞ്ഞാൽ നമ്മളോട് ദൈവം മനസ്സലിയും. മറ്റായിരക്കണക്കിന് ആളുകളെ നമ്മളോട് മനസ്സലിയുവാൻ ദൈവം നമ്മളെ ഒരുക്കും. നമ്മളൊരാളെ സഹായിച്ചാൽ ഒരുപക്ഷെ ഈ സഹായിക്കുന്ന വ്യക്തിയിൽ നിന്ന് നമുക്ക് സഹായം തിരിച്ചു കിട്ടിയെന്ന് വരത്തില്ല. ബട്ട് നമ്മൾ സഹായിച്ചത് വിത്താണ്. അതുകൊണ്ടാണ് പറയുന്നത്, നന്മ ചെയ്യുകയിൽ നിങ്ങൾ മടുത്തു പോകരുത്. കാരണം ഇത് നിങ്ങൾ ചെയ്യുന്നത് വിത്തിടുക. ഈ വിത്തിട്ടാൽ 100% ഒരു കൊയ്ത്ത് ബാക്കി വരിക തന്നെ ചെയ്യും. ഇപ്പം ചക്കയുടെ ഒരു കുരു നമ്മൾ അങ്ങോട്ട് ഇടുമ്പോൾ ഈ ചക്കയുടെ കുരു ഇട്ടാൽ ചക്കക്കുരു അല്ലല്ലോ പുറത്തു വരുന്നത്, വലിയൊരു പ്ലാവാണ് പുറത്തു വരുന്നത്. 100 കണക്കിന് 1000 ചക്കയാണ് പുറത്തു വരുന്നത്. ഇട്ടതോ ഒരു കുരുവാണ്. ഇതുപോലെ വിതയും കൊയ്ത്തും എന്ന് പറയുന്ന സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ എന്ത് ആ കാര്യം എന്നറിയാമോ? നിങ്ങൾ വിതയ്ക്കാത്തത് കൊണ്ടാണ്. സന്തോഷം വിതയ്ക്കണം, മറ്റുള്ളവർക്ക് സന്തോഷം പകരണം. നമ്മൾ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുന്നതാണ്, അതൊരു വിതയാണ്. നമ്മൾ ദുഃഖം തന്നെ കൊയ്യും. നമ്മൾ മറ്റുള്ളവർ ഏഷണി പറയുന്നവരാണെങ്കിൽ നിശ്ചയമായിട്ടും നമ്മുടെ ഏഷണി ആയിരക്കണക്കിന് ആളുകൾ പറയും. നമ്മൾ മറ്റുള്ളവരെ ദ്രോഹിക്കുകയാണെങ്കിൽ നമ്മളെ ദ്രോഹിക്കാൻ ഒത്തിരി പേര് എഴുന്നേക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നന്മ ചെയ്യുന്നവരായിരിക്കണം, വിതയ്ക്കുന്നവരായിരിക്കണം, മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായിരിക്കണം, സാമ്പത്തികമായി സഹായിക്കുന്നവരായിരിക്കണം. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഇത് ഞാൻ എഴുതിയ വാക്കുകളല്ല, ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനാൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകളാണ്. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. കിട്ടുന്നത് എങ്ങനെയാ? അമർത്തി കുലുക്കി കവിയുന്നൊരളവാതിരുന്ന്. അപ്പം നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ അളന്നു കൊടുത്തോ അതേ അളവിനാൽ തിരിച്ചളന്ന് കിട്ടും. ഇനി കൊരിന്ത്യർ ലേഖനത്തിൽ യേശു പറഞ്ഞതിന് ശേഷം അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്. 2 കൊരിന്ത്യർ 9:6, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. നിങ്ങൾക്ക് വലിയൊരു നിലമുണ്ടെന്ന് വെച്ചോ, നിങ്ങൾ എത്രമാത്രം അവിടെ കൊണ്ട് നെല്ല് വിതച്ചോ ആ ഇട്ട വിതയ്ക്കനുസരിച്ചുള്ള കൊയ്ത്തേ ലഭിക്കത്തുള്ളൂ. പിന്നെ ധാരാളമായി വിതയ്ക്കുന്നവൻ എങ്ങനെ ചെയ്യും? ധാരാളമായി കൊയ്യുമെന്ന് ഓർത്തുകൊള്ളുവിൻ. 7-ാമത്തെ വാക്യം, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ. അപ്പോൾ ഇനി ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്താലും ആരെങ്കിലും പറഞ്ഞതിൻ്റെ പേരിൽ ചെയ്യരുത്. ഹൃദയത്തിലൊരു ബോധം ഉണ്ടാകണം. ഞാനിത് ചെയ്താൽ എനിക്കും എൻ്റെ തലമുറയ്ക്കും അടുത്ത ഒരു അനുഗ്രഹത്തിലേക്ക് കയറാൻ കഴിയും എന്നൊരു തിരിച്ചറിവോടുകൂടെ വേണം നമ്മൾ വിതയ്ക്കാൻ. ഇങ്ങോട്ട് നോക്കി, ആഹാരമില്ലാത്തവന് ആഹാരം കൊടുക്കണം, ആർക്കെങ്കിലും ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുക്കണം, ആർക്കെങ്കിലും ഒരു ഗ്ലാസ് ജ്യൂസ് കൊടുക്കണം, ഒരാൾ വഴിയെ വന്നാൽ വീട്ടിൽ വന്ന ചായ കൊടുക്കണം, വീട്ടിലൊരാൾ കയറി വന്നാൽ പിടിച്ചിരുത്തി ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊന്നും അറിയാത്ത ഒത്തിരി പേരുണ്ട്. ഇതൊന്നും കൊടുത്തു നോക്കിക്കേ. കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ അബ്രഹാമിൻ്റെ സന്തതി, അബ്രഹാമിനോട് പറയും, നിങ്ങൾ അനേകർക്ക് അനുഗ്രഹമായിരിക്കും, നീ ഒരു ബ്ലെസ്സിങ് ചാനലായിരിക്കും. അപ്പം നമ്മളെല്ലാവരും അപ്പം ചോദിക്കും, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുന്ന അനുഗ്രഹമാണ്. യെസ്, നമ്മളിങ്ങനെ ആയിരിക്കണം. നമ്മുടെ വീട്ടിൽ വരുന്ന ആളിനെ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു വിട്ടാൽ അതിന് സ്വർഗം നമുക്ക് പ്രതിഫലം തരും. അത് പ്രത്യേകിച്ച് കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, ദൈവവചന പ്രകാരം അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അതിന് 100 ഇരട്ടി പ്രതിഫലമാണ്. അപ്പോൾ അവർക്ക് താല്പര്യമില്ല വെള്ളം കുടിക്കാനെങ്കിൽ പോലും നമ്മളൊരു ഗ്ലാസ് വെള്ളം കൊടുക്കണം. അവർക്ക് ആഗ്രഹമില്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യണം. കാരണം എന്നാ? അത് നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാകരുത്. അപ്പോൾ കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കിട്ടും. ഇനി ഇവിടെ പറഞ്ഞ എന്തോ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അവനവൻ ഹൃദയത്തിൽ എങ്ങനെ ചെയ്യണം? ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ കൊടുക്കരുത്. അയ്യോ എന്നാ കൊടുക്കാനാ, ഇനി കൊടുക്കണോ, വിഷമത്തോടെ കൊടുക്കരുത്. പള്ളിയിൽ പോകുമ്പോൾ സ്വതന്ത്രം ചെയ്യുന്ന വിഷമത്തോടാകരുത്. ഒരാൾക്ക് 5 രൂപ കൊടുത്താൽ വിഷമത്തോടാകരുത്. ഒരാൾക്ക് ഒരു ഊണ് കൊടുത്താൽ വിഷമത്തോടാകരുത്. ഒരാൾക്കൊരു ജ്യൂസ് കൊടുത്താൽ വിഷമത്തോടാകരുത്. പിന്നെ എങ്ങനെ കൊടുക്കണം? സന്തോഷത്തോടെ കൊടുക്കണം, നിർബന്ധത്താലാകരുത്. പിന്നെ ഈ ഉപദേശമൊക്കെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് കൊടുക്കുക, നിർബന്ധം കൊണ്ട് കിടക്കുക, നിർബന്ധത്താലും കൊടുക്കരുത്. അപ്പം എങ്ങനെ കൊടുക്കണം? ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കണം, സങ്കടത്തോടെ കൊടുക്കരുത്. പിന്നെ എങ്ങനെ കൊടുക്കണം? നിർബന്ധത്താലും അരുത്. പിന്നെ സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. എങ്ങനെ കൊടുക്കണം? ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താലും, 1 രൂപ കൊടുത്താലും, അവൻ എന്തെങ്കിലും ഒരു സഹായം ചെയ്താലും, ഒരാൾ ആശുപത്രി കിടക്കുമ്പോൾ അവരോട് പോയി നിന്നാലും, ഇതൊക്കെ എങ്ങനെ ചെയ്യണം? സന്തോഷത്തോടെ ചെയ്യണം.
സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. 8-ാം വാക്യം, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി. അപ്പം എന്നെയും നിങ്ങളെക്കുറിച്ചുള്ള ആഗ്രഹം, കൊടുക്കുന്നവരെക്കുറിച്ചുള്ള ദൈവികമായ തീരുമാനം ഇതാ. നിങ്ങൾ സകലത്തിലും, ഒരു കാര്യത്തിലല്ല, നിങ്ങൾ വിതച്ചത് ഒരു കാര്യത്തിലായിരിക്കാം, പക്ഷേ നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അപ്പം സകലത്തിലും എപ്പോഴും നിങ്ങൾക്ക് പൂർണ്ണ തൃപ്തി തരാൻ, സകല പ്രവൃത്തിയിലും സൽപ്രവൃത്തിയിൽ പെരുകി വരുവാൻ, ഇപ്പം ചെയ്യുന്നത് കൂടുതൽ ചെയ്യാൻ തക്കണം. ആമേൻ. നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. കേട്ടെ പ്രിയപ്പെട്ടവരെ, നമുക്കൊരു ബോധം ഉണ്ടാകണം. ഞാൻ കർത്താവിൻ്റെ പൈതലാണ്. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ചെയ്യുന്നതിനൊക്കെ എനിക്ക് 100% പ്രതിഫലം കിട്ടും. ഞാൻ ഒരു ഗ്ലാസ് പച്ചവെള്ളവും കൊടുത്താൽ അതിനും എനിക്ക് 100% പ്രതിഫലമുണ്ട്. അങ്ങനെ തന്നെ വിശ്വസിക്കുക. അങ്ങനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് ചെയ്തേ നിങ്ങൾക്ക് കൊടുക്കാനുള്ള മനസ്സ് വരും. മറ്റൊരാൾക്ക് സഹായം ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകും. മറ്റൊരാളുടെ ഒരു കഷ്ടതയിൽ ഓടിപ്പോയി അവരെ ഒന്ന് താങ്ങാൻ, അവരോടൊന്ന് നീക്കുവാൻ, അവരോടൊന്ന് ബലപ്പെടുത്തുവാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടാകും. ഒരാളുടെ ഒരു കൊച്ചിൻ്റെ കല്യാണം വരുന്നു, ഒന്ന് സഹായിക്കാൻ നിങ്ങൾക്കൊരു താല്പര്യം ഉണ്ടാകും. അയ്യോ, ഒരു കൊച്ചിൻ്റെ വിദ്യാഭ്യാസം വന്നു, അവിടെ ഒന്ന് താങ്ങാൻ നിങ്ങൾക്കൊരു മനസ്സ് വരും. കാരണം ഇതൊരു വിതയാണ്. ഇപ്പം നമ്മൾ എന്തുകൊണ്ട് ആ പറമ്പ് കളച്ച് വിത്തുകൾ ഇടുന്നത്? കാരണം നമുക്ക് ഉറപ്പാണ് ഇതിൻ്റെ ഒരു ഡ്യൂ ഡേറ്റ് വരുമ്പോൾ നമുക്കിതിനകത്തുനിന്നൊരു കൊയ്ത്തുണ്ടെന്നറിയാം. ഇതുപോലെ ദൈവ പൈതലെ, നിങ്ങൾ ചെയ്യുന്ന എല്ലാ നന്മ പ്രവൃത്തികൾക്കും, നിങ്ങൾ ചെയ്യുന്ന എല്ലാ സൽപ്രവൃത്തികൾക്കും, അല്ലെങ്കിൽ കർത്താവിനോടുള്ള സ്നേഹത്തിൽ, അവരോടുള്ള വ്യക്തിയോടുള്ള സ്നേഹത്തിലില്ല, ഞാൻ തിരുവചനം അനുസരിക്കുക. ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ്. ഞാൻ കൊടുക്കുന്നതനുസരിച്ച് എൻ്റെ വർദ്ധിച്ചു വരും. ഇതിനെനിക്കൊരു കൊയ്ത്ത് ദൈവം ബാക്കി വെച്ചിട്ടുണ്ട്. അത് എല്ലാ കാര്യത്തിലും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ ഈ പണം മാത്രമല്ല, നിങ്ങളുടെ സമയം കർത്താവിന് വേണ്ടി കൊടുത്താൽ അതിന് നിങ്ങളുടെ ആയുസ്സിനെ ദൈവം നീട്ടിത്തരും. ഐ ബിലീവ് ഇറ്റ്. ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് ചെയ്യും. അവൻ നിങ്ങൾ എന്ത് വിതയ്ക്കുന്നോ അത് നിങ്ങൾക്ക് 100% 100 മേനിയായി തിരിച്ചു കൊയ്തെടുക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഈ സന്ദേശം കേൾക്കുന്ന ദൈവമക്കളെ, ഇത് ദൈവത്തിൻ്റെ ജ്ഞാനമാണ് നിങ്ങൾക്ക് ഉപദേശം തന്നിരിക്കുന്നത്. കൊടുക്കുന്നവരായിരിപ്പീൻ. ആമേൻ. സമാധാനം കൊടുക്കുന്നവരായിരിപ്പീൻ, സന്തോഷം കൊടുക്കുന്നവരായിരിപ്പീൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരായിരിപ്പീൻ. ഒരാൾ ഹോസ്പിറ്റലിൽ കിടന്നാൽ ആ ഹോസ്പിറ്റലിൽ അവരോട് പോയി നിന്ന് അവരെ ഒന്ന് സഹായിക്കുവീൻ. ഒരാൾക്കൊരു ആവശ്യം വന്നാൽ അവരെ ഇതിനെല്ലാം കൊയ്ത്ത് ബാലൻസ് ഉണ്ട്. നിശ്ചയമായിട്ടും കൊയ്ത്ത് നടക്കും. അതുകൊണ്ട് കർത്താവിൻ്റെ വചനം പറയുന്നു, വിതയും കൊയ്ത്തും ഭൂമിയുള്ളിടത്തോളം കാലമുണ്ട്. അങ്ങനെയെങ്കിൽ ധൈര്യമായിട്ട് വിതച്ചു. തക്ക സമയത്ത്, ഡ്യൂ ടൈമിൽ, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് കൊയ്ത്ത് മടങ്ങി വരിക തന്നെ ചെയ്യും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലസ് യു. ഇത് ദൈവത്തിൻ്റെ വിസ്ഡമാണ്. അനുഗ്രഹം പ്രാപിപ്പാനും അനുഭവിപ്പാനും ദൈവം അനുഗ്രഹിക്കട്ടെ.